Sevens Golden Diamonds, Ermalur, Vadadala. കോതമംഗലം ഭാഗത്തെ ഓടകൾ മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ദേശീയപാതയിൽ തൃപ്പൂണിത്തുറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റോഡിന്റെ ഇരുവശവും പല സ്ഥലങ്ങളിലും വൻതോതിൽ മണ്ണുകളും വേസ്റ്റുകളും കാനകൾ അടച്ച് തോടുകൾ നികത്തിയും വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പരാതി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോതമംഗലം മുതൽ നേര്യമംഗലം വരെയുള്ള പല പ്രദേശങ്ങളിലും കാണാൻ കഴിയും. ഇക്കാരണം കൊണ്ട് മഴക്കാലം കനത്തതോടെ ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള ഓടകളും ചെറുതോടുകളുമെല്ലാം നികന്നതുമൂലം ഒരു ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന യാത്രക്കാർക്ക് ഭീഷണിയായിരിക്കുകയാണ്. കോതമംഗലം മുതൽ നേര്യമംഗലം വരെയുള്ള നിരവധി സ്ഥലത്ത് മഴ ഓടകളില്ലാത്തത് മൂലം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. നെല്ലിമറ്റം മാവിൻ ചുവടിൽ വൻതോതിൽ റോഡിന് ഇരുവശത്തുമുണ്ടായിരുന്ന ഒരു കൈതോടും ഓടയും അടച്ച് ലോഡ് കണക്കിന് മണ്ണ് റോഡിന്റെ ഇരുവശവും തള്ളിയത് മൂലമുണ്ടായ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ഭീഷണിയായി മാറി. റോഡിൽ നിന്നും മണ്ണുകൾ നീക്കം ചെയ്ത് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടറുടെ ഓർഡർ നടപ്പിലാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപിയും നിയോജകമണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് വാവച്ചൻ തോപ്പിൽ കൂടിയും ആവശ്യപ്പെട്ടു. ഇത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി കൊച്ചിയിൽ നിന്നും മൂന്നാർ വരെയുള്ള ദേശീയപാത നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വൻതോതിൽ മണ്ണ് പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടറുടെ ഓർഡർ ഉണ്ടായിരുന്നു. മഴക്കാലം ശക്തമാവുകയാണ്. ദേശീയപാതയുടെ ഇരുവശവുമുള്ള മണ്ണുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്നും സാധാരണ ഗതിയിലുള്ള തണ്ണീർത്തടങ്ങളും തോടുകളും കാനകളിലും മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് അതിൻ്റെ നീർത്തണം, അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയരുതെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നമുക്ക് കാണാം ഇപ്പോൾ ഈ നെല്ലിമറ്റം മുതൽ കവളക്കാട് വരെയുള്ള പ്രദേശത്ത് വലിയ തോതിൽ ഈ മണ്ണിട്ടത് പോലെ ആ സൈഡിലുള്ള കാന അടഞ്ഞു കിടക്കാൻ തൊട്ട് എതിർ സൈഡിലായിട്ട് ഒരു വലിയ തോടുണ്ട്. ആ തോട് മണ്ണിട്ട് മൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം എവിടെ മാറുമെന്നുള്ളത് ചെളിയും ചേറും വേസ്റ്റും ദുർഗന്ധം ഭവിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു ആൾ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഈ പ്രദേശത്ത് കൂടി. പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. സ്കൂളുകളുണ്ട് ഇവിടെ തൊട്ടടുത്ത്, എത്ര ആശുപത്രികളുണ്ട്. ഇവിടെയൊക്കെ പോകണമെങ്കിൽ കാൽനട യാത്ര സുഖമല്ല. അത് 2 വീലർ യാത്രക്കാർ പോലും വലിയ വണ്ടി വന്നാൽ ആ ചെളി അടിച്ച് കയറി. ഇപ്പോൾ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ മുഖം ഉൾപ്പെടെ അടിച്ച് കയറി ആ സ്ത്രീ ആരെയൊക്കെ പ്രായിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്തെ ഈ മാലിന്യം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.